ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് ചാപ്റ്ററിലെ വേറൊരു ന്യൂമറിക്കൽസ് നോക്കിയാലോ? ഒരു പ്രീവിയസ് ഇയർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്ലൂറോ അസറ്റിക് ആസിഡ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിന്റെ മാസ് 90.5 ഗ്രാംസ് തന്നിട്ടുണ്ട്. അതേപോലെ ഇതെന്താണ് 500 ഗ്രാംസ് ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. 500 ഗ്രാംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.5 കിലോഗ്രാംസ്. ഒരിക്കലും ഗ്രാമിൽ നമ്മൾ എഴുതത്തില്ലല്ലോ. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പം ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? 1.1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. മീൻസ് അതിന്റെ ഡെൽറ്റ ടി എഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്പം 1 ഡിഗ്രി എന്നുള്ളതാണ്. 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്: വാൻഡോ ഫാക്ടറും അതേപോലെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റും. കെ എയും ഐയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? മാസ് ഓഫ് ദി ആസിഡ് 19.5 ഉണ്ട്. അതേപോലെ മോളാർ മാസ് അതിന്റെ ഉണ്ട് 78 ഗ്രാം പെർ മോൾ ഉണ്ട്. മാസ് ഓഫ് ദി വാട്ടർ ഉണ്ട് 0.5 കിലോഗ്രാംസ്. അതേപോലെ കെ എഫ് എന്ന് നോക്കുന്നത് 1.86 ആണ്. ഡെൽറ്റ ടി എഫ് എന്ന് നോക്കുന്നത് എന്താണ്? 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആദ്യം നമ്മൾ മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം മൊളാലിറ്റിയുടെ, അല്ലെ? നമ്പർ ഓഫ് മോൾസ് മീൻസ് മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സോൾവെന്റ്. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? മോൾസ് ഓഫ് ആസിഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? മാസ് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. എങ്ങനെയാണ്? 90.5 ഡിവൈഡഡ് ബൈ 78 ചെയ്യുക. അപ്പൊ നമുക്ക് 0.25 കിട്ടുന്നുണ്ട്. ഇനി മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് 0.25 ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മാസ് ഓഫ് ദി സോൾവെന്റ് എത്രയാടാ? 500 ഗ്രാംസ് ആണ്. അപ്പൊ എന്താണ്? 0.5 കിലോഗ്രാംസ് എന്നാക്കുന്നു. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊളാലിറ്റി 0.5 മോൾ പെർ കിലോഗ്രാം എന്ന് കിട്ടുന്നുണ്ട്. ഇനിയും സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡെൽറ്റ ടി എഫ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ ടി എഫ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മീൻസ് നമുക്ക് കറക്റ്റഡ് വാല്യൂ മീൻസ് കറക്റ്റഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും തന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം കെ എഫ് ഇൻറ്റു എം എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്ക് കെ എഫിന്റെ വാല്യൂ ഓൾറെഡി ഗീവൺ ആണ് 1.86 എന്നുള്ളത്. ഇൻറ്റു എന്താണ്? നമ്മൾ കിട്ടിയിരിക്കുന്ന മൊളാലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് ടി എഫ് കിട്ടുന്നത്? 0.93 കെൽവിൻ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ടി എഫ് കിട്ടും. ഒബ്സർവ്ഡ് ടി എഫ് ആണ് 1 എന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്ത് 0.93 എന്ന് കിട്ടി. ഇനി വാൻഡോ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാല്, ഒബ്സർവ്ഡ് നമ്മുടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഒബ്സർവ്ഡ് വാല്യൂ എത്രയായിരുന്നടാ? 1 ആണ്. അതേപോലെ കാൽക്കുലേറ്റഡ് എത്രയാണ്? 0.93 ആണ്. അപ്പൊ നമുക്ക് അവിടെ വാൻഡോ ഫാക്ടറിന്റെ വാല്യൂ കിട്ടുന്നുണ്ട് 1.075 എന്നുള്ളത്. സോ ഓക്കെ ആണല്ലോ വാൻഡോ ഫാക്ടർ. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർന്നു. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ